ഇപ്പോഴാണ് ആരാട് ശൈഖുന എന്നറിയുന്നത്. ലാ യകുമുൽ ആലിമുൽ ഇല്ലാ യുബ്തലാ ബി അർബഅ ശമാതത്തിൽ അഅദാ വമലാമത്തിൽ അസ്ദിഖാ വതഅനിൽ ജുഹാൽ വഹസദിൽ ഉലമാ ഫഇൻ സബറ അലാ ദാലിക ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി. അബുൽ ഹസൻ ഷാദുരി തങ്ങൾ പറഞ്ഞ വാക്കുകളല്ലേ. 4 കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയുന്ന ഏതൊരു പണ്ഡിതനും ലാ യകുമുൽ ആലിമുൽ ഇല്ലാ യുബ്തലാ ബി അർബഅ 4 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരു പണ്ഡിതനും കാമിലാകാൻ സാധിക്കുകയില്ല. ഒന്നെന്താണെന്നറിയോ? അവിടുന്ന് ഇല്ലാ യുബ്തലാ ബി അർബഅ ശമാതത്തിൽ അഅദാ. ആ മനുഷ്യന് വല്ലതും സംഭവിക്കുന്നു എന്ന് കണ്ടാൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടോ? രോഗം പിടിപെട്ടു എന്ന് കേട്ടാൽ സന്തോഷിക്കുന്നവരോ? അതുപോലെ മറ്റ് എന്താണെങ്കിലും ശരി. മാത്രമല്ല വമലാമത്തിൽ അസ്ദിഖാ, കൂടെ പഠിച്ച ആളുകളൊക്കെ ഈ ഉയർച്ച കാണുമ്പോൾ പറയുന്ന ഞാൻ ശൈലി വേറൊരു ഭാഗത്തേക്ക് പോവുകയല്ല. അവിടുന്ന് കുറ്റപ്പെടുത്തുന്ന ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ തെറിപ്പൂരം നടത്തും, തെറി വിളിക്കുമത്രേ. അതിലും വഹസദുൽ ഉലമാ, വളർച്ചയിൽ മറ്റു പണ്ഡിതർക്ക് പോലും ഹസദ് കാണുന്ന ഇതിലെല്ലാം ഇതോരോന്നും ഉസ്താദുമാർ വിശദീകരിക്കണമെങ്കിൽ അത്യാവശ്യമുണ്ട്. അൻവർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അത് വിശദീകരിക്കണം ഓരോ വാക്കുകൾ. വഹസദിൽ ഉലമാ ഫഇൻ സബറ അലാ ദാലിക, ഈ വിഷയത്തിലെങ്ങാനും ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി, ലോകർക്ക് തുടരപ്പെടാൻ പറ്റുന്ന ഒരു ആലിമാക്കി കളയും. ഇന്ന് എന്തെല്ലാം വിളിച്ചു പറഞ്ഞുവോ അവർക്കൊക്കെ ഉസ്താദിനെ കാണണം. അവരൊക്കെ ഉസ്താദിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ആരോടൊരു ഒരു നീരസം, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഞാൻ അത്ര നീട്ടുന്നത് എന്തിനാണെന്നറിയോ? അത്യാവശ്യം 10-30 കൊല്ലത്തുള്ളിൽ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ശൈഖുനെ കുറിച്ച് പറഞ്ഞ ഓരോ പദങ്ങൾ, ഓരോ വാക്കുകൾ നാളെ ഒരു തുണി പോലും എടുക്കാത്ത വിധത്തിൽ നിൽക്കുന്നത് നാളത്തെ പത്രം എടുത്തു നോക്കും, കാണാം എന്നിവരെ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. പക്ഷേ ആരോടെങ്കിലും ഒരു വിഷമുണ്ടോ? ആരോടെങ്കിലും ഒരു വെറുപ്പുണ്ടോ? ഒരാളോടൊരു വെറുപ്പില്ല. ഇപ്പോഴും എത്ര തെറി വിളിച്ച ആളാണെന്ന് പറഞ്ഞു ചെന്നാലും നിങ്ങൾ ദ്വാരക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇതല്ലേ അഭിവന്ദരായ ശൈഖുന. അവിടത്തോട് കളിക്കരുത്, ശൈഖുനയെ കൊച്ചാക്കാൻ നടക്കരുത്, ശൈഖുനയെ മോശമാക്കാൻ നടക്കരുത്. സിയം വലിയുള്ളയോട് മഹബത്തുണ്ടോ? ശൈഖുനെ കൊച്ചാക്കാൻ നടക്കരുത്. ശൈഖുനയോട് മഹബത്ത് അത് സിയം വലിയുള്ളയുടെ അവിടെ ജീവിതം അങ്ങനെയാണ്. വഫാത്തിന്റെ ഘട്ടത്തിലും ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഘട്ടത്തിലും ഓരോ സമയത്തും ആരാണ് സുൽത്താനുൽ ഉലമാ? ശൈഖുനയുമായി സിയം വലിയുള്ളയുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് മലയാളം മണ്ണിലെ മഹബത്തുള്ള മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടവരുണ്ട്, അനുഭവിച്ചവരുണ്ട്, നേർക്ക് നേരം നോക്കി നിന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ, ശൈഖുനയോട് ഒരു വെറുപ്പ് കാണിക്കരുത്. ശൈഖുനയെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ നമ്മൾ പോകരുത്. ഏതായിരിക്കട്ടെ, അവിടുന്ന് പറഞ്ഞ വാക്കുകളാൽ സിയം വരെയുള്ള ആരാണ് എന്ന് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയില്ല. അത്രയും വലിയ മഹാനാൻ. ആ കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ കുത്തുബ്, ഖുത്ബുൽ ഔലിയാ, ശൈഖുൽ മശായിഖ്, ശൈഖുൽ ഔലിയാ, മഹാനായ സിയം വരെയുള്ള ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് സുൽത്താനുൽ ഉലമ പഠിപ്പിച്ച ഒരു കാര്യം. ആരാണ് റഈസുൽ ഉലമ? നമ്മുടെ പ്രസിഡന്റ്, സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുന സിയം വരെയുള്ള പാപ്പയുടെ പലതും ഒപ്പിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മുത്താണ് വൈലത്തൂർ തങ്ങൾ. വൈലത്തൂർ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ ഉസ്താദ്, ഉസ്താദുൽ അസാതീദാണ്. ഓക്കെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സുലൈമാൻ മുസ്ലിയാർ വലിയാണ്, സുലൈമാൻ മുസ്ലിയാർ വലിയാണ്. നിങ്ങൾ ഉറങ്ങണമെന്നില്ല മക്കളെ, ഉറങ്ങില്ല. ഞാൻ പെട്ടെന്ന് നിർത്തും, നീട്ടുന്നില്ല. സുലൈമാൻ മുസ്ലിയാർ വലിയാണെന്ന് ഓക്കെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് വൈലത്തൂർ പാപ്പ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്.
വൈരത്തുരുപ്പാപ്പ പറഞ്ഞ ചില വാക്കുകളൊക്കെ ശരിക്ക് വെളിച്ചത്തിൽ വന്നിട്ടുണ്ട്. പല വാക്കുകൾ വൈരത്തുരുപ്പാപ്പ പറഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വാക്കാണ് വൈരത്തൂർ തങ്ങൾ പറഞ്ഞ പദം. AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈരത്തൂർ തങ്ങൾ മരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ നേരിൽ കേട്ടൊരു വിഷയം തന്നെ. AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈരത്തൂർ തങ്ങൾ മരിക്കാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ചോദിച്ചു, അതെന്താ തങ്ങളെ അങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നത്? AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് വൈരത്തൂർ തങ്ങൾ മരിക്കുകയാണെങ്കിൽ AP ഉസ്താദിന്റെ നാവ് കൊണ്ട് വൈരത്തൂർ തങ്ങളുടെ ഖബർ പ്രകാശിപ്പിക്കണേ എന്ന് ദ്വാരനാൽ ഈ വൈരത്തൂരിന്റെ ഖബർ പ്രകാശിക്കും. അത്രമാത്രം ഹസനാത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചൊരു മഹാനാണ് AP ഉസ്താദ്. CM വലിയുള്ളാന്റെ ഹളറത്തിൽ ചെന്ന് പച്ച മലയാളത്തിൽ ദുആ ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. വൈരത്തൂർ തങ്ങളുടെ ദുആ AP ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് മരിച്ചു കിട്ടാൻ അവിടുന്ന് വഫാത്തായപ്പോ അവിടുന്ന് എല്ലാം ആക്കി ഒടിച്ചിരുന്നതും ശൈഖുന തന്നെയായിരുന്നു. നോക്കൂ നിങ്ങൾ, വൈരത്തൂർ തങ്ങൾ പറഞ്ഞ സുലൈമാൻ മുസ്ലിയാർ വലിയാണെന്ന് OK ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ മഹാനായ ശൈഖുന സമസ്തയുടെ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ 4 കാര്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്. 4, 1, 5 കാര്യം ഞാൻ ഇവിടെ വായിക്കാം. ഒരു ലഫ്ള് ഞാൻ ഒഴിവാക്കുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ ആ പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ മറ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്ന് അതേ ലഫ്ള് ഞാൻ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയാണ്. ഞാൻ എന്തിനാണെന്നറിയോ? CM വലിയുള്ളാന്റെ ഹളറത്തിൽ ബറക്കത്തിന് വേണ്ടി 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വഅലിന് പോയപ്പോ CM വലിയുള്ളാന്റെ ഹളറത്തിൽ വെച്ച് ഈ മഹാന്മാർ പറഞ്ഞ വാക്കുകൾ അതേ പദം ഇങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഒരു പൊരുത്തം നമുക്കും കിട്ടുമല്ലോ. ആ നിലയ്ക്ക് ഞാൻ എഴുതി വെച്ചതാ. അങ്ങനെ എഴുതി വെച്ചതാ. അതിവിടെ വായിക്കുന്നത് മാത്രം. CM വലിയുള്ളയെ കുറിച്ച് റഈസുൽ ഉലമ എന്ന സമസ്തയുടെ പ്രസിഡന്റ് പറയുന്നത് CM വലിയുള്ള നല്ല ആലിമും നല്ല ഇശാറത്ത് കൊണ്ട് ഉപദേശിക്കുന്ന മഹാനുമായിരുന്നു. നല്ല ഇശാറത്ത് കൊണ്ട് ഉപദേശിക്കുന്ന മഹാനുമായിരുന്നു. 1. 2, സുന്നത്ത് ജമാഅത്തിനെ ശക്തിയായി സ്ഥിരപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്ത മഹാനാണ്. സുന്നത്ത് ജമാഅത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനാണ്. ആര്? CM വലിയുള്ള. ബിദ്അത്തുകാർ ആരാടിയെന്നും ബിദ്അത്ത് എന്താണെന്നും വരച്ച് കാണിച്ചു തന്ന മഹാനാണ് CM വലിയുള്ള. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ശൈഖുന വിവരിക്കുന്നുവെങ്കിൽ അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടികളാണ്. അസ്ഹാബുൽ ബിദ്അഇ മത്റൂദത്തുൻ അൻ ഹൗദി, ബിദ്അത്തുകാരൻ എന്റെ ഹൗദിനെ തൊട്ട് ആട്ടപ്പെട്ടവനാണ്. ബിദ്അത്തുകാരൻ എന്റെ ഹൗദിനെ തൊട്ട് ആട്ടപ്പെട്ടവനാണ്. ബിദ്അത്തുകാരൻ മുതാബിഊന ലി ഇബ്ലീസ്, ഇബ്ലീസിനോട് പിൻപറ്റിയവരാണ് ബിദ്അത്തുകാർ. മാത്രമല്ല ബിദ്അത്തുകാർ മഅ ഇബ്ലീസ ഫിന്നാർ. തഫ്സീർ റാസി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം മഅ ഇബ്ലീസ ഫിന്നാർ, ഇബ്ലീസിനോട് കൂടെ നരകത്തിലാണ് ബിദ്അത്തുകാർ. ഭൂമിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വിഷമാകുന്നു ബിദ്അത്ത് എന്നുള്ളത്. ബിദ്അത്തിലേക്ക് കുട്ടികളെ അടുപ്പിക്കരുത്, ബിദ്അത്തിലേക്ക് അടുത്തു പോകരുത്. കിലാബുന്നാർ, കിലാബുന്നാർ, നരകത്തിലെ നായകളാണ്, പട്ടികളാണ്. ശക്തിയായി പറഞ്ഞുവെങ്കിൽ മഹാനായ ശൈഖുന CM വലിയുള്ള ആ ബിദ്അത്തിന്റെ ഭയാനകത ഈ ഉമ്മത്തിന് പഠിപ്പിച്ചൊരു മഹാനാണ്, പഠിപ്പിച്ചു കൊടുത്തൊരു മുത്താണ്. നോക്കുന്നുണ്ട് എന്താണ് അങ്ങനെ പറയുന്നത്? ബിദ്അത്ത് രാജ്യത്ത് ഈമാനിൽ വെളിച്ചം കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. പക്ഷേ അതുപോലെയല്ല ബിദ്അത്ത്. ഈ രാജ്യത്തൊരു യുക്തിവാദി എഴുതിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വന്തം ഉമ്മാനെ സ്വർഗത്തിൽ കടത്താൽ, വാപ്പയെ സ്വർഗത്തിൽ കടത്താൽ കഴിയാത്ത മുഹമ്മദ് നബിയാണോ ലക്ഷോപിലക്ഷം ആളുകളെ സ്വർഗത്തിലേക്ക് പോകാൻ ശഫാഅത്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് യുക്തിവാദിയാണ്. കാരണം ഒരു ബിദ്അത്തുകാരന്റെ എഴുത്തുകൊണ്ടാണ്, ബിദ്അത്തുകാരന്റെ പ്രഭാഷണം കൊണ്ടാണ്. എന്താണെന്നറിയോ? അവിടുന്ന്
ബിദ്അത്തുകാരൻ പറഞ്ഞത് ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന എന്ന മഹദിയെ കുറിച്ച് പറഞ്ഞു നരകത്തിലാണ്, മുസ്ലിമത്തല്ല, കാലാകാലം നരകത്തിലാണ്, സ്വർഗത്തിൽ കിടക്കുകയില്ല. അബ്ദുല്ലാ എന്ന നബി തങ്ങളുടെ വാപ്പയും ആമിന എന്നവിടുത്തെ ഉമ്മയും കാലാകാലവും നരകത്തിലാണ്. ഇത് പറഞ്ഞത് രാജ്യത്തുള്ള ഈമാനിന്റെ വെളിച്ചം കിട്ടാത്ത അമുസ്ലിമീങ്ങളല്ല, ബിദ്അത്തുകാരനാണ്. അത് കേട്ടിട്ടാണ് യുക്തിവാദികൾ പറയുന്നത് ഒരു ഉമ്മാനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോലും 10 അവിടുന്ന് നൊന്ത് പ്രസവിച്ച പൊന്നുമ്മയെ നോക്കു സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട കുട്ടിപ്രായത്തിൽ ഉമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ കുഞ്ഞിന്റെ മടിയിൽ കിടക്കുമ്പോൾ ആ കുട്ടിയുടെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് മോനെ മോനെ എന്ന് വിളിച്ചിട്ട് കവിളത്ത് മുത്തം കൊടുത്ത് കണ്ണീരൊടുക്കിയിരുന്ന ഉമ്മ, അൽഹംദുലില്ലാഹ് എന്തെല്ലാം സന്തോഷകരമായ വാക്കുകളാണ് ആ ഉമ്മ പറഞ്ഞിരുന്നത്. ആ ഉമ്മ നബി തങ്ങളുടെ മടിയിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പിഞ്ചു പൈതലിന്റെ കുഞ്ഞിന്റെ മടിയിൽ കിടന്ന ആ ഉമ്മ നരകത്തിലാണ്, സ്വർഗത്തിൽ കിടക്കില്ല എന്ന് ലോകത്ത് പറഞ്ഞത് അത് ബിദ്അത്തുകാരനാണ്. അതുകൊണ്ടാണ് സിയംബരിയുള്ള പറഞ്ഞത് ബിദ്അത്ത് ഒരു വലിയ വിഷമാണ്. ബിദ്അത്തുകാരൻ നരകത്തിലെ നായകളാണ്. ബിദ്അത്തുകാരൻ എന്റെ ഹൗദനെ തൊട്ട് ആട്ടപ്പെട്ടവനാണ്, എന്റെ ഹൗദന്റെ അരികിലേക്ക് എത്താൻ പ്രയാസമാണ്. ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, ദീനിന്റെ പടയാളികളായ കുട്ടികളെ എന്റെ കൊച്ചനുജന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ എല്ലാമാണ്. എങ്ങോട്ട് പോകുന്നുവെങ്കിലും കൂട്ടിന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊണ്ടുപോയിരുന്നത് അത് സിദ്ദീഖ് തങ്ങളെയാണല്ലോ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ചൊല്ലണേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നബി തങ്ങൾ കൊണ്ടുപോകുന്നത് സിദ്ദീഖ് തങ്ങളെയാണ്. ഓ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ പൊന്നുമകൾ ബീവി ആയിഷ സിദ്ദീഖ തങ്ങൾ മകളുടെ അരികിൽ ചൊല്ലുന്നു, ഒരു വാപ്പയുടെ കണ്ണീര് കണ്ടപ്പോൾ ആയിഷ എന്ന മഹദി ചോദിക്കുന്നു, ഉപ്പാ എന്തിനാണ് അവിടുന്ന് കരയുന്നത്, എന്താണ് അവിടത്തേക്ക് പറ്റിയത്? മോളെ ആയിഷ, എന്റെ ജീവിതം മുഴുവനും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കൂടെ ജീവിക്കാൻ, ചെലവഴിക്കാൻ റബ്ബി എനിക്ക് തൗഫീഖ് നൽകി. ഞാനും നബിത്തങ്ങളും 2-3 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ജീവിതം മുഴുവനും അവിടുത്തെ കൂടെയായിരുന്നു. മോളെ എന്റെ ആയിഷ, എനിക്ക് അവിടുത്തെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കാൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മോള് വിചാരിച്ചാൽ അത് നടക്കും. ആയിഷ ഉമ്മ പറയുന്നു, നബി ആയിഷ ഉമ്മ പറഞ്ഞു, ഉപ്പാ അതെന്റെയും ആഗ്രഹമാണ് ഉപ്പാ. സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, അൽഹംദുലില്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തിരുന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കാണുന്നു. ചോദിച്ചു, സിദ്ദീഖേ എന്തിനാണ് കരയുന്നത്, എന്താണ് അവിടത്തേക്ക് പറ്റിയത്? എന്റെ ഉമറേ, ഞാൻ എന്റെ പൊന്നുമകളുടെ അരികിൽ ചെന്നു, എന്റെ ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട മകളോട് ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കാൻ. അത് എന്റെ മോള് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ചാരത്ത് കിടക്കും, കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, പോകട്ടെ, ആ ചരിത്രം വിശാലമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സിദ്ദീഖ് തങ്ങൾ വിട പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കമുള്ള എല്ലാവരും കൂടിയിട്ട് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള സിദ്ദീഖ് തങ്ങളെ മറവ് ചെയ്യുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ, പടച്ചവരെ, എനിക്ക് എന്റെ സിദ്ദീഖിന്റെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കാൻ കഴിയുമോ? എനിക്ക് എന്റെ സിദ്ദീഖിന്റെ കാലിൻ ചുവട്ടിൽ അവസാനം അവിടുന്ന് ജീവിച്ചു വഫാത്തിനോടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ശത്രുവിന്റെ കുത്തേറ്റ് പിടയുന്ന സമയത്ത് ഒരേ അബ്ദുള്ള എന്ന കുട്ടിയെ വിളിച്ചിട്ട് മുത്തബിഉ സുന്നയല്ലയോ, ആ കുട്ടിയെ വിളിച്ചിട്ട് പറയുന്ന പോലെ ഉമ്മയായ ആയിഷ ബീവിയോട് ചെന്നിട്ട് പറയോ, എന്റെ വാപ്പ പറയുന്നുണ്ട് ഇന്നാരിന്ന സ്ഥലത്ത് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഉപ്പയുടെ ആഗ്രഹം നിങ്ങളുടെ വാപ്പയുടെ കാലിൻ ചുവട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറയോ. അബ്ദുല്ലാഹിബ്നു ഉമർ ചെന്നു ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ഉമ്മ പറഞ്ഞു, മോരേ അബ്ദുല്ലാ, എന്റെ ഭർത്താവായ നബി തങ്ങളുടെ കൂടെ എന്റെ വാപ്പയായ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തും എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിടം വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല. മോനെ അബ്ദുള്ള, ഞാൻ ബഖീഇൽ കിടക്കാം, ഉപ്പയോട് പറഞ്ഞോളൂ. അബ്ദുല്ലാഹിബ്നു ഉമർ ഓടി വരുന്നു. അൽഹംദുലില്ലാഹ്, വാപ്പയോട് പറഞ്ഞു. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സന്തോഷം നോക്കൂ മുസ്ലിമീങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ മഖ്ബറയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള രണ്ട് മുത്തുകളും കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മഖ്ബറ. വസാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നി സലാമു അലൈക്കും മാജറൽ ഖലമു أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم يا خير من دفنت بالقاع أعظمه فطاب من طيبه القاع والأكم. ഏതൊരു മുഅ്മിനായ മനുഷ്യനും മദീനയുടെ മണ്ണിൽ ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറയുമ്പോൾ ചാരത്തുള്ള രണ്ട് മുത്തുകൾക്ക് സലാം പറയില്ലേ? എന്റെ സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ ഈ മഹാന്മാർ കിടക്കുന്ന മഖ്ബറയുടെ മുകളിൽ കാണുന്ന പരിശുദ്ധമായ പച്ചക്കുബ്ബ, ബാഹല്ലിൽ ഖുബ്ബത്തുൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദുൽ ഖൗലൈനി അഫ്ളല ഖുറത്തൽ ഐനൈനി. കുണ്ടൂർ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ പരിശുദ്ധമായ പച്ചക്കുബ്ബ അത് തച്ചു പൊളിക്കണമെന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ പറഞ്ഞത് ഈമാനിന്റെ പ്രബലവിക്കാത്ത അമുസ്ലിമീങ്ങളല്ല. ബിദ്അത്ത് നെഞ്ചിൽ, ബിദ്അത്ത് ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന ആളുകളാണ് ആ വാക്കുകൾ പറഞ്ഞത്. ഉമ്മ നബി തങ്ങളുടെ ഉമ്മ നരകത്തിലാണ്, നബി തങ്ങളുടെ വാപ്പ നരകത്തിലാണ്, ആ പച്ചക്കുബ്ബ തച്ചു പഠിക്കണമെന്നും ബിദ്അത്തുകാരൻ പറയുമ്പോൾ ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ വിശുദ്ധമായ റമദാനിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുമ്പോൾ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ 10,000കണക്കായ പള്ളികളിൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ ബാങ്ക് വിളിച്ചിട്ട് ലക്ഷക്കണക്കായ ആളുകളെ വസ്വാസാക്കി കളയുന്ന ശൈലി ബിദ്അത്തിനുണ്ട് എങ്കിൽ മാത്രമല്ല, സുബ്ഹി ബാങ്കോ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുന്ന രവത്ത. ഈ നിലത്ത് മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ വിഷമാണ് ബിദ്അത്ത് എന്നുള്ളതെന്ന് സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് നമ്മ പഠിപ്പിച്ചുവെങ്കിൽ, മഹാനായ റഈസുൽ ഉലമ പറയാ, സുന്നത്ത് ജമാഅത്തിനെ ശക്തിയായി സ്ഥിരപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്ത മഹാനാണ് സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, 3 അവിടുത്തെ വാക്കിന് അള്ളാഹു വലിയ ഫലം കൊടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഫൈസുസ്താദം പറഞ്ഞത്. അവിടുത്തെ ഓരോ വാക്കുകളും ചെറിയ ചെറിയ വാക്കുകളാണ്, പക്ഷേ ആഴമുള്ള പദങ്ങളാണ്, ആഴമുള്ള പദം. ഞാൻ പറഞ്ഞല്ലോ, ഉസ്താദ് പറഞ്ഞപ്പോ മഹബത്ത് കൊണ്ട് തൗഫീഖ് അത് പറയാലോ. അതാണ് ഞാൻ പറയുന്നത്, 4 പ്രാവശ്യം ശൈഖുനയുടെ അരികിൽ പോയി കാണാൻ അതൊരു തൗഫീഖ്. ചെറിയ പഠിക്കുന്ന കാലം. എന്നാലും അൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുത്ത മദദ് നമുക്ക് നൽകുമാറാവട്ടെ.
മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാൻ റഈസുൽ ഉലമ പറഞ്ഞത് പറയാം. നമുക്ക് കുറേ പറയും, പക്ഷേ ആ ഭാഗം ഞാൻ പറയുന്നില്ല. 4 പ്രാവശ്യം പോയി എന്നൊരു ഉസ്താദ് പറഞ്ഞ ചില വാക്കുകളില്ലേ പറയാൻ, ശരി, ഞാൻ റഈസുൽ ഉലമ പറഞ്ഞത് വിവരിക്കാൻ. ഒരിക്കൽ ഞാൻ കാണാൻ പോയി. റഈസുൽ ഉലമ പറയാ, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരെയും കാണാൻ പോകൽ എനിക്ക് പതിവില്ല. സുലൈമാൻ ഉസ്താദ് പറയാം, എല്ലാവരെയും കാണാൻ പോകുന്ന പതിവ് എനിക്കില്ല. ഒരിക്കൽ ഞാൻ CM വലിയുള്ളാനെ കാണാൻ പോയി. അപ്പോ ഒതുക്കങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഏന്തിയും കുട്ടി മുസ്ലിയാരുടെ അരികിൽ നിന്നോ എന്ന് ചോദിച്ചിട്ട് എഴുന്നേറ്റ് ചാരിയിരുന്നു. കിടക്കുന്ന CM വലിയുള്ള ഒതുക്കങ്ങളിൽ നിന്നെന്ന് പറഞ്ഞപ്പോൾ ഏന്തിയും കുട്ടി മുസ്ലിയാരുടെ അരികിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിരുന്നു റഈസുൽ ഉലമ പറയാ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയാ, അവിടുന്ന് സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്, പഴയ കാലം മുതൽക്ക് തന്നെ ഉലമാക്കളും ഔലിയാക്കളും ഒരു ബാച്ചാണ്. മക്കളെ, റഈസുൽ ഉലമയുടെ വാക്കാട്ടാ, ശൈഖുനാന്റെ വാക്കാ. ഉലമാക്കളും ഔലിയാക്കളും ഒരു ബാച്ചാണ്. അപ്പോ ഏന്തിൻകുട്ടി മുസ്ലിയാരുടെ അരികിൽ നിന്നോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയാ, വല്ലപ്പുഴ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ, ഞാൻ ഇരുമ്പു ചോല ശൈഖുനയുടെ അരികിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫത്ഹുൽ മുഈൻ ഓതി തന്നിട്ടുണ്ട്. റഈസുൽ ഉലമ പറയാ, CM വലിയുള്ള നടക്കുന്ന കാലത്ത് ഉണ്ണിൻകുട്ടി മുസ്ലിയാരുടെ വീട്ടുമുറ്റത്തെത്തി. ഇതെന്റെ സ്നേഹിതന്റെ വീടാണെന്ന് പറഞ്ഞ് വാഹനം നിർത്തിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി. അപ്പോ ഉണ്ണിൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു, എന്റെ കാലിൽ ഒരു ചൊറിയുണ്ട്, മാറുന്നില്ല. ഉടനെ തന്നെ CM വലിയുള്ള പറഞ്ഞു, ആ സിഹർ ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു, അത് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ചൊറി ശൈഖുനാക്ക് ഉണ്ടായിട്ടില്ല. ഇത് പറയുന്നത് റഈസുൽ ഉലമയ. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. പിന്നൊരിക്കൽ ഞാൻ CM വലിയുള്ളാന്റെ അരികിൽ ചെന്നു. റഈസുൽ ഉലമ പറയുന്നു, എന്തിനാണ് വന്നത്? ഉടനെ ഞാൻ പറഞ്ഞു, മക്കളൊക്കെ ആലിമീങ്ങളാവണം. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ആലിമാകും, മക്കളൊക്കെ ആലിമാകും. അൽഹംദുലില്ലാഹ്, എൻ്റെ കുട്ടികളൊക്കെ ചെറിയ ദീന്റെ ഖാദിമീങ്ങളായി. റഈസുൽ ഉലമ പറയാ, ചെറുതെന്ന് പറഞ്ഞ 10,000-കണക്കായ പണ്ഡിത മുത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 40 അംഗങ്ങളിലെ ഒരംഗമാണ് റഈസുൽ ഉലമയുടെ പൊന്നുമകൾ. നോക്കൂ നിങ്ങൾ, എവിടെയാണ് എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, അല്ലയോ സഹോദരങ്ങളെ, ആ ശൈഖുനാ CM വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ മദദ് നമുക്ക് ലഭിക്കണം. അവിടുത്തെ കാണിച്ച അത്തൈനാക വൽ അദ്റാഉ തുദ്മിൽ ബാനഹാ വഖദ് ശുഗിലതു ഉമ്മു സബിയ്യൻ ഇത്ഫരി വഅൽഖാ ബികഫൈഹി സബിയ്യുർതികാനതൽ മിനൽ ജൂഇ ഖൗഫൻ മാ യുമിറു വമാ യുഹരി وما كان مما يأكل الناس عندنا سوى الحنظر العاهي والعلغ ذي الفصل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് മടയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മട വേണം നബിയേ. മടയില്ലാത്തത് കാരണമായി ഞങ്ങളുടെ മക്കളൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ദാഹം തീർക്കാൻ വകയില്ലാതെ ഞങ്ങളുടെ ഭാര്യമാർക്ക് അവിടുത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവിടെ മുലക്കണ്ണിയിൽ പാലിന് പകരം രക്തമാണ് വരുന്നത് നബിയേ. ഈ ഭൂമിയിൽ ഏറ്റവും കൈപ്പുള്ള ആട്ടങ്കയും അതുപോലത്തതുമല്ലാത്ത വേറെയൊന്നുമില്ല. ഞങ്ങൾക്ക് മടവേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ, നബി തങ്ങൾ ദുആ ചെയ്തു. അവസാനത്തെ അക്ഷരം അവിടുന്ന് അവസാനത്തെ അക്ഷരം അങ്ങ് ഉരുവിട്ടപ്പോഴേക്കും അല്ലാഹുവിന്റെ റഹ്മത്തായ മട ഭൂമിയിലേക്ക് വർഷിക്കുകയാണ്. എന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മട എന്റെ ഹബീബ് പറയാതെ നിർത്തോ? പടച്ച റബ്ബിന്റെ തീരുമാനം, ഒരാഴ്ചയോളം മട വർഷിക്കുന്നു.
മഴ പെയ്യുന്നു. ഉടനെ തന്നെ മഹാന്മാര് വന്നിട്ട് പറഞ്ഞു, നബിയേ മഴയൊന്ന് നിർത്തിത്തരടേ നബിയേ, ഹലക്കത്തിൽ അംബാൽ വൻഖതഅത്തിസ് സുബ്ഹി യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങൾക്ക് മഴയൊന്ന് നിർത്തിത്തരണം, ഞങ്ങളുടെ മൃഗങ്ങളൊക്കെ വെള്ളത്തിലൂടെ മുങ്ങി ഒലിച്ചു പോകുന്നുണ്ട്, അവിടുന്ന് മഴയൊന്ന് നിർത്തിത്തരണം. വലൈസാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅയ്നാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. അല്ലാഹുവിന്റെ മഹത്തുക്കളിലേക്കല്ലാതെ എവിടെ പോകും ഞങ്ങൾ? ആരിലേക്ക് പോകും? ആരോട് പറയും? അല്ലാഹുവിന്റെ ഹബീബിന്റെ അവിടുന്ന് കൈയങ്ങനെ നീട്ടിയിട്ട് അവിടുന്ന് ചുരുട്ടിയിട്ട് അവിടുന്ന് ചുറ്റിക്കൊണ്ട് പറഞ്ഞു, ഹലക്കത്തിൽ അവിടുന്ന് വിവരിക്കുന്നു, ഈ മഴ ഇവിടത്തിന് പകരം ചുറ്റുഭാഗത്ത് വർഷിച്ചു കൊള്ളട്ടെ. മഴയങ്ങോട്ട് നീങ്ങിപ്പോകുന്ന അവസ്ഥകൾ മഹാന്മാര് വിവരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ശൈഖുന സി.എം. വലിയുല്ലാഹ് നബിത്തങ്ങളോടുള്ള ഇഷ്കിന്റെ ഭാഗം, അവിടുത്തോടുള്ള മഹബ്ബത്ത്, മദീന അവിടുത്തെ കൽബിൽ എന്തായിരുന്നു? മദീന അവിടുത്തെ കൽബിൽ എങ്ങനെയായിരുന്നു? അതിന്റെ ഭാഗമായി എന്തെല്ലാം സന്തോഷകരമായ കാര്യങ്ങൾ ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തൊട്ട് ഓരോ വിഷയത്തിലും അവിടുന്ന് സന്തോഷകരമായ കാഴ്ച അവിടുന്ന് കാണിച്ചു കൊടുത്തുവെങ്കിൽ സഹോദരങ്ങളെ, സി.എം. വലിയുള്ള വലിയൊരു മഹാനാണ്. സി.എം. വലിയുള്ളയെ പിടിച്ചവർ പേടിക്കേണ്ടതില്ല. താജുൽ ഉലമ പറഞ്ഞ വാക്കുകൾ